തൃശൂർ മൂർക്കനാട് കൊലപാതകത്തിൽ 6 പ്രതികൾ അറസ്റ്റിലായവരിൽ പ്രായപൂർത്തിയാകാത്തയാളും ഉൾപ്പെടുന്നുണ്ട്. ഇരിങ്ങാലക്കുട പോലീസാണ് പ്രതികളെ പിടികൂടിയത്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, എപ്പോഴാണ് ഈ പ്രതികൾ പിടിയിലാകുന്നത്? വിഷ്ണു, ഇന്നാണ് ഈ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. വൈകിട്ടോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി 7 മണിയോടെയാണ് ഈ മൂർക്കനാട് ശിവക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായുള്ള വെടിക്കെട്ടിന് പിന്നാലെ ഈ ഒരു സംഘർഷം ഉണ്ടായത്. സംഘർഷത്തിൽ 6 പേർക്ക് കുത്തേറ്റിരുന്നു. ഇതിൽ നെഞ്ചിന്റെ ഭാഗത്ത് കുത്തേറ്റ അരിമ്പൂർ സ്വദേശിയായിട്ടുള്ള അക്ഷയാണ് ഈ മരിച്ചിരുന്നത്. അതിനുശേഷം മറ്റുള്ളവരെ വിവിധ ആശുപത്രികളായി പ്രവേശിപ്പിച്ചിരുന്നു. എന്തായാലും സംഭവത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് ഈ പ്രായപൂർത്തിയാകാത്തവരുൾപ്പെടെ 6 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ തന്നെ ഫുട്ബോൾ ടൂർണമെന്റിൽ ഉണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇത്തരം ഒരു സംഘർഷം ഉണ്ടായതും ഇതൊരു കൊലപാതകത്തിൽ കലാശിച്ചതും. വെള്ളാങ്കല്ലൂർ സ്വദേശി മെജോ, അതുപോലെ കരുവന്നൂർ സ്വദേശി അതുൽ കൃഷ്ണ, അമ്മാടം സ്വദേശി അക്ഷയ്, കാറളം സ്വദേശികളായ ഫാസിൽ, ജിഷ്ണു എന്നിവരും പ്രായപൂർത്തിയാവാത്ത ഒരാളുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. വിഷ്ണു, മനോജ, ഒരുപക്ഷെ നിലവിൽ ഈ ഒരു കേസിൽ ഇനിയും പ്രതികൾ കൂടി പിടിയിലാകാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുകയല്ലേ? വലിയൊരു സംഘർഷമാണ് നടന്നിട്ടുള്ളത്. അതിന്റെ CCTV ദൃശ്യങ്ങളിലൊക്കെ തന്നെ നിരവധി പേർ ഈ സംഘർഷത്തിൽ ഇടപെട്ടിട്ടുള്ളതായി കണ്ടിരുന്നു. എന്നാലും 6 പേരാണ് ഈ കൃത്യം ചെയ്തത് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 6 പേരെയും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കായുള്ള അന്വേഷണം, അതായത് ഈ കൃത്യത്തിൽ മറ്റാരെങ്കിലും ഏർപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം കൂടെ ഈ ദൃശ്യങ്ങളിൽ കേന്ദ്രീകരിച്ചൊക്കെ നടന്നു വരികയാണ്. അതിന്റെ ഭാഗമായി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ 6 പേരെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വളരെയധികം ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു. 21-കാരനായിട്ടുള്ള അക്ഷയാണ് നെഞ്ചിനു കുത്തി കൊലപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ മറ്റ് 5 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ സന്തോഷ് എന്ന് പറയുന്ന ആളുടെ പരിക്ക് ഗുരുതരമാണ്. അയാളെ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തെ ആശുപത്രിയിലേക്കായി വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റിയിട്ടുണ്ട്. വിഷ്ണു, വ്യക്തമാണ്. മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.